7,000 രൂപയ്ക്ക് 21,000-ന് പുറത്ത് വരുന്ന മീറ്ററാണ്, വേറെ 7,000 രൂപയ്ക്കാണ് കേട്ടോ ടീം. അതെന്താ മീറ്റർ ഷെല്ലാണ് കേട്ടോ. ഇനി ഗൈസ്, അപ്പം ഏകദേശം ഒരു 5 ദിവസത്തിന് ശേഷമാണ് നമ്മളെ ബൈക്സൊക്കെ ഓടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു കൊടൈക്കനാൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞ് 2 ദിവസത്തെ ട്രിപ്പിനാണ് പോയത്. പക്ഷേ 5 ദിവസമായിട്ടാ. രാവിലെ തന്നെ നമ്മളെ ഡ്യൂക്ക് ഫുൾ പൊടിയൊക്കെ അടിച്ചിരിക്കുക. ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ അടിച്ച് വാഷ് ചെയ്ത് വണ്ടി എടുത്തിട്ട് നേരെ പോവുകയാണ്. കടയുടെ പണി വർക്കിന് ചെയ്യാനുള്ള ഒരു എക്സ്പൾസും ആയിരിക്കും കേട്ടോ. ചെറിയ മിസ്സിംഗ് ഒക്കെ ആയിട്ടൊന്നും എക്സ്പൾസാണ്, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പം ഇതും കൂടി ചവിട്ടി തള്ളി ഇനി പാലപ്പടി നെസ്ക്യൂരിലോട്ട് പോകണം. ഈ തള്ളി കഴിഞ്ഞാൽ ചവിട്ടിത്തള്ളാം. ഇതാണ് കുഴപ്പം, വണ്ടി മിസ്സിങ്. കാർബറേറ്ററിൻ്റെ സീനായിരിക്കണം. ടാങ്കിനകത്ത് അല്ലെങ്കിൽ വെള്ളം കയറി കാണണം. ഇതേപോലെ റീസ്റ്റോറേഷൻ വർക്ക്, അതേപോലെ മോഡിഫിക്കേഷൻ, എൻജിൻ വർക്ക്, എൻജിൻ പോർട്ടിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഷോപ്പിൽ കൊണ്ടുവന്നോ. കടയിൽ 1-2 മെക്കാനിക്കിനെ കൂടെ എടുത്ത് അത്യാവശ്യം വർക്ക് അറിയാവുന്ന കുറച്ച് മെക്കാനിക്കിനെ കൂടെ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് തരത്തിലുള്ള വർക്ക് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനായിട്ട്, ബൈക്കിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് വർക്ക്, എൻജിൻ പോർട്ടിങ്, അതായത് 200 cc ഒക്കെ 250 ഒക്കെ ആക്കാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതേപോലത്തെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ. ഇന്ന് നമ്മുടെ 390 എടുത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വണ്ടി ചെറിയ രീതിയിലൊരു ടൂറിസ്റ്റ് ബൈക്കിലേക്ക് ആക്കാനായിട്ട് പോകാനായിട്ടാ. എനിക്കൊരു ടീം ഒരു വൈസർ അയച്ചു തന്നതാണ്. അതായത് 390 വൈസർ സെറ്റ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ലുക്കിന് എന്തായാലും മാറ്റം വരും. അതായത് ഈ ഒരു നേക്കിഡ് ഫീഡ് മാറി വേറൊരു ലുക്കിലോട്ട് ആവും. പക്ഷേ ലുക്കിനെക്കാട്ടും ഉപരി നമുക്കത് ഹൈ സ്പീഡിലൊക്കെ വിൻഡ് ബ്ലാസ്റ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ഒരു ടൂറിങ്ങിനും ആവശ്യമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു വൈസർ കേട്ടോ. അപ്പോൾ നോർമലി ആഫ്റ്റർ മാർക്കറ്റ് ഒരു എക്സ് വൈസറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വൺ ഷോക്കാണ്, വണ്ടിയുടെ ലുക്ക് ഭയങ്കര ഷോക്കാണ്. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ ഒരു അടിപൊളി ലുക്കിലോട്ടാണ് ഈ ഒരു വൈസർ വരുന്നത് കേട്ടോ. നമ്മുടെ 790 ഒക്കെ ഒരു ലുക്കിലോട്ട് വണ്ടി മാറും. അപ്പം ബാക്കി ഒരു കട ചെന്നിട്ട് നമുക്ക് കാണാം. എന്താ പറഞ്ഞു. അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ സംഭവം. കൈബർ മോട്ടോർ പറഞ്ഞ പേജ് ഇതാണ് ഈ ഒരു വൈസർ നമുക്ക് അയച്ച് തന്നിട്ടുള്ളത്. വൈസർ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു റീൽസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യണമെന്ന് കേട്ടോ. അപ്പം നല്ലൊരു ലൊക്കേഷനിലോട്ട് പോയിട്ട് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിടിച്ചോ. ഇപ്പോൾ കാണാൻ പോണ നമ്മുടെ വൈസറിൻ്റെ വീഡിയോ ആണ്. കുറച്ച് സെറ്റപ്പൊക്കെ ആക്കി അടിപൊളിയായിട്ട് വീഡിയോ സെറ്റ് ചെയ്യണം. ഇല്ലടാ സെറ്റ്. ഇതാണ് നമ്മുടെ ഐറ്റം. വെയിറ്റ് ഒന്നും ഒട്ടുമില്ല കേട്ടോ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇട്ടല്ല കേട്ടോ, അറിയാതെ കൈ വീണതാ. സിമ്പിളായിട്ട് ബോക്സോടെ കൂടിയാണ്, ഒട്ടും വെയിറ്റുള്ള സാധനമാണ്. കൈബർ മോട്ടോ എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ വൈസറിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 390 നോർമലി വരുന്ന എക്സ്പൈസർ പോലെയല്ല, നല്ല പ്രീമിയം ക്വാളിറ്റി ഒരു വൈസറാണ് കേട്ടോ. ഞാൻ പറഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് 790 വരുന്ന ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു വൈസറാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പക്ക ബിൽഡ് ക്വാളിറ്റിയാണ്. ഇവരുടെ പേജിൽ തന്നെ ഇത് ചവിട്ടി അങ്ങനെയൊക്കെ നോക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത് ചവിട്ടി നോക്കാൻ പറ്റത്തില്ല. അതായത് എൻ്റെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. ചവിട്ടുമ്പോൾ അഥവാ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വീടാൻ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് 2 ഫിനിഷിങ്ങിലാണ്. അതായത് താഴ്ഭാഗത്ത് ഒരു മാറ്റ് ഫിനിഷും ഭാഗത്ത് ഒരു ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്. ഒരു ലൈറ്റ് ടിൻറ്റ് മോഡലിലാണ് ഈ ഒരു വൈസറിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. മോളിൽ കൂടെ വെച്ച് കാണിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പം ഇത് വയ്ക്കുന്നതിനോടുള്ളൊരു ലുക്ക് എന്ന് വെച്ചാൽ ഒരു നേക്കഡ് ബൈക്കിൻ്റെ ലുക്ക് മാറി ഒരു ടൂറിംഗ് ബൈക്കിലോട്ട് ആയി പോകും. അപ്പോൾ നിങ്ങൾ നേക്കഡ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ ഒരു വൈസറിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ നിങ്ങൾ 390 ഒരു ലോങ് ടൂറും കാര്യങ്ങളൊക്കെ, ഒരു ലഡാക്ക് ട്രിപ്പ് അല്ലെങ്കിൽ ലോങ് ടൂറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചു കേട്ടോ. അതായത് ഒരു വിൻ വൈസറിൻ്റെ ആവശ്യം 390 മസ്റ്റായിട്ടും വേണം. അത് ഞാൻ ഒരുപാട് ലോങ് ടൂറും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ഈ ഒരു വിൻ ബ്ലാസ്റ്റിൻ്റെ ഇഷ്യൂ. അപ്പം ഇതേപോലെ ഒരു വൈസർ ഞാനും ഒരുപാട് നാളോട്ട് തപ്പി അടക്കായിരുന്നു കേട്ടോ. നോർമലി നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുന്ന എക്സ്പൈസും കാര്യങ്ങളൊക്കെ അതൊരു ഫൈബർ പീസാണ്. നമുക്ക് തട്ടുമ്പോഴൊക്കെ പൊട്ടിപ്പോണ ഇഷ്യൂ, വൈബ്രേഷൻ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആ ഒരു വൈസറിൽ വരും. ഈ ഒരു വൈസർ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രെസ് അനലൈസ് എയർ ഫ്ലോ സിമുലേഷൻസിൻ്റെ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി ആക്കിയെടുത്ത് കേട്ടോ. നോർമലി കിട്ടുന്ന നമ്മുടെ എക്സ്പൈസും കാര്യങ്ങളൊക്കെ നോർമൽ ഫൈബറാണ്, തട്ടുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത്. പിന്നെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വൈസർ നമുക്ക് സെറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ വേറെ എക്സ്ട്രാ ക്ലാമ്പൊക്കെ വെച്ച് അതിനൊരു 1,500 രൂപ അതിനാവും. പിന്നെ ലേബർ ചാർജ് 500 ആവും. അങ്ങനെയൊക്കെ ഒരുപാട് പൈസ ആവും കേട്ടോ. പക്ഷേ ഈ ഒരു വൈസർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ക്ലാമ്പ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്ലാമ്പ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു വൈസർ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പ് ഇത് 2 ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണ്ട. ഈ 2 അലങ്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ സെറ്റ് ചെയ്യാം. ഞാൻ അതാ ഒരു കാട്ടിനുള്ളിൽ നടന്നു ഈ 2 അലങ്കി മാത്രമേ എൻ്റെ ഉള്ളൂ. ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു വൈസറിൻ്റെ വണ്ടിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ 2 അലങ്കി ബോൾട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കി എടുക്കാം. ഓക്കെ,
അത് രണ്ട് അപ്പോൾ റിമൂവ് ആക്കി പകുതി പണി ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലാമ്പ് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഈ ഒരു ഹോളിനകത്ത് ഡയറക്റ്റ് സെറ്റാണ്, ഇതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇളക്കിയ ബോൾട്ട് തന്നെ തിരിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് ടൈറ്റ് ആക്കാം. ഇതിൻ്റെ കൂടെ 4 അലങ്ങിയ ബോൾട്ടും കമ്പനി തരുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ക്ലാമ്പ് ഇതാ ഇതിൻ്റെ അകത്ത് സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു റബ്ബർ ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് വൈബ്രേഷനും കാര്യങ്ങളും വരാതിരിക്കാൻ. ഇനി ഇതാ ഇതൊന്ന് ജസ്റ്റ് ഇതിനകത്ത് വയ്ക്കണം. ഈ ബോൾട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യണം. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വൈസർ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനത് ഇതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, അപ്പോൾ വൈസർ ഇതാ അപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും കേട്ടോ. എന്തായാലും പക്ക ഒരു ടൂറിംഗ് ബൈക്കിലോട്ട് ആയിട്ടുണ്ട് വൈസറും കൂടെ സെറ്റ് ആക്കിയപ്പം. പക്ഷേ വൃത്തിയുടെ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നമുക്ക് ഈ ഒരു TFT മീറ്ററും കാര്യങ്ങളൊക്കെ പുതിയതിന് ഏകദേശം 21-ന് പുറത്തൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈസർ വയ്ക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു TFT മീറ്റർ പ്രൊട്ടക്റ്റ് ചെയ്യാം. എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ പോകാതെ കമ്പ് കാര്യങ്ങളൊക്കെ വന്ന് മീറ്ററിലടിച്ച് മീറ്റർ ഡാമേജ് ആവത്തില്ല. പിന്നെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് ഇതിനൊക്കെ ലോങ് ടൂറിങ് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ടോപ്പ് എൻഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈ ഒരു വൈസർ സെറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അതായത് 100-110 ക്രൂസ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ നമുക്ക് വിൻ ഗ്ലാസിൻ്റെ പ്രശ്നം ഒട്ടും തന്നെ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. അപ്പം ഇതെങ്ങനെയെന്ന് ഞാൻ ഇപ്പോൾ വച്ചതേ ഉള്ളൂ. എൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് സാധനം സെറ്റ് ചെയ്ത് പിന്നെ നമ്പർ പ്ലേറ്റ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാൻ തോന്നില്ല കേട്ടോ. നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്താൽ ഈ ഒരു ലുക്കിൻ്റെ ആ ഒരു ക്വാളിറ്റി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ പ്ലേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു മുകളിലത്തെ അല്ലെങ്കിൽ 2 അളക്കുക, അല്ലെങ്കിൽ താഴത്തെ അല്ലെങ്കിൽ 2 അളക്കുക. ഈ ഒരു ക്ലാമ്പ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമ്പർ പ്ലേറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല, കുറച്ച് ദിവസം ഇങ്ങനെ ഓടിയതിന് ശേഷം നമുക്ക് നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് പരിപാടി? പൊളിയല്ലേ? അപ്പോൾ നിങ്ങളുടെ 390 ഈ ഒരു വൈസറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഫൈബർ മോട്ടോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് ഡിലേയും കാര്യങ്ങളൊക്കെ ആവുമെങ്കിൽ നിങ്ങൾക്ക് നേരെ നമ്മുടെ നെസ്ക്യൂലിൽ കോൺടാക്ട് ചെയ്യാം. അവിടെയും കുറച്ച് പീസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 390 യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വൈസർ മസ്റ്റായിട്ട് ജസ്റ്റ് എന്ന് വെച്ചോ. എനിക്കെന്തായാലും പേഴ്സണലി ഈ ഒരു വൈസർ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ലുക്കിൻ്റെ ദിവസം നിങ്ങൾ നേക്കഡ് ബൈക്കിൻ്റെ ആ ഒരു ലുക്കിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു വൈസറിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ നേക്കഡ് ബൈക്കിൽ നിങ്ങൾ ടൂറിങ് കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഈസി ഫിറ്റിംഗ് ആണ്. പോകുന്ന സമയത്ത് എടുത്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിമൂവ് ആക്കി വയ്ക്കാം. കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ യൂട്യൂബിലേക്കുള്ള വീഡിയോ ആയി. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റിമൂവ് ആക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസും കാര്യങ്ങളൊക്കെ കളക്കാം കേട്ടോ. അപ്പോൾ ഒന്നുകൊണ്ട് വലിച്ചിളക്കിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം അല്ലേടാ? ഓക്കെ. അപ്പോൾ വണ്ടി വീണ്ടും നമ്മുടെ സ്റ്റോക്ക് ലുക്കിലോട്ട് ആക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കറക്റ്റ് എത്ര മണിയായി? 1:21 കറക്റ്റ് സൂര്യൻ ടോപ്പിലിരിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എവിടെ നിന്ന് എടുത്തിട്ട് മുഖത്ത് വെട്ടോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് വൈകിട്ട് വരാം അല്ലേ? അപ്പോൾ അന്നിതിനെയും കൂട്ടിയാണ് വന്നത്. അപ്പം നമുക്ക് പോയിട്ട് വൈകിട്ട് ഇതേ സ്പോട്ടിൽ വന്നിട്ട് ബാക്കി ഒരുപാട് ഷോട്ടും എടുക്കാറുണ്ട്. റീൽസിനും കൂടെയുള്ള കണ്ടന്റും കാര്യങ്ങളും എടുക്കാറുണ്ട് കേട്ടോ. യൂട്യൂബിലൊന്നും വീഡിയോ ആണ് ആരുമില്ല, എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ്. എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ ഇടണം. യൂട്യൂബിൽ പിന്നെ എനിക്ക് അങ്ങനെ കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റില്ല. യൂട്യൂബാണ് ഏകദേശം ഈ ഒരു ലെവലെങ്കിൽ എത്തിച്ചത്. 2 മാസം കൂടുമ്പോഴാണ് ഇപ്പം യൂട്യൂബിൽ നിന്ന് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അതായത് ലക്ഷങ്ങളൊന്നുമില്ല. 2 മാസം കൂടുമ്പോൾ ഒരു 10-12 രൂപ കിട്ടും. അത് മാത്രമേ ഉള്ളൂ. ഉള്ളതാ, അല്ല ഞാൻ വെറുതെ തള്ളുന്നതല്ല. 12 രൂപ ആ ഒരു റേഞ്ച് 2 മാസം കൂടുമ്പോഴൊക്കെ ഇപ്പോൾ കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ അതിനുള്ള വ്യൂസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ നിന്നും കിട്ടുന്നുള്ളൂ. പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇതേപോലെ വീഡിയോ ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ 12 എന്നുള്ളത് ഒരു 15 രൂപ ആ റേറ്റൊക്കെ വരെയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ കളയാൻ വയ്യ. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റൊക്കെ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലോടൊപ്പം പോസ്റ്റ് ചെയ്യണം. മുമ്പത്തെ കണക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ ഇടാൻ പറ്റില്ല. മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഇതിൽ വയ്ക്കുന്ന സ്പെയറും കാര്യങ്ങളൊക്കെ ഞാൻ പൈസ ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പൈസ ഒപ്പിച്ചിട്ട് കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അത്യാവശ്യം ആയതുകൊണ്ടൊക്കെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പൈസ വെച്ചിട്ട് വണ്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് അതൊരു യൂട്യൂബ് കണ്ടൻറ്റ് ആക്കും. പക്ഷേ അതൊരു നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ വണ്ടിയുടെ വർക്ക് നടക്കും, അത് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു പൈസ കിട്ടുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അതേപോലെ നടക്കുന്നില്ല. ഇപ്പോൾ വണ്ടിക്ക് വേണ്ടി എന്തെങ്കിലും സാധനം പൈസ എടുത്ത് വാങ്ങിച്ചാൽ അത് ഡെഡ് മണിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പം ഇട്ട് പോകുന്നത്. പിന്നെ ഇപ്പം വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ടും ഒരു സാധനങ്ങളും ഇല്ല. ഇനി എക്സ്പൾസിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു നോറിഫോമിൻ്റെ എക്സോസ്റ്റ് സെറ്റ് ചെയ്യണം കേട്ടോ. അതെന്തായാലും ഉടനെ സെറ്റ് ആക്കുന്നതാണ്. നമ്മുടെ ഷോപ്പിൽ വന്ന കുറച്ച് വെറൈറ്റി സാധനം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫൈബർ പാർട്ടിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഇരിപ്പുണ്ട് കേട്ടോ. അതായത് V3 സീറ്റ് കവള്, RCയുടെ ഡ്യൂക്കിൻ്റെയൊക്കെ ഫ്രണ്ട് മൾഗാർഡിൻ്റെ പോർഷൻ ആട്ടോ. ഫൈബർ പാർട്ടാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഒറിജിനൽ ഫുൾ സെറ്റുള്ള ഒറിജിനൽ
ഷെല്ലും സാധനം ഇരിപ്പുണ്ട്. പിന്നെ വരുന്ന ഫൈബർ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് RCയുടെ അണ്ടർബില്ലിയാണ് കേട്ടോ. RCBയുടെ ഫൈബർ അണ്ടർബില്ലിയാണ്. ഇതിൻ്റെ ഒന്നും ഒറിജിനൽ എവിടെയും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് വെറും ചീപ്പ് റേറ്റിലാണ് ഈ ഒരു ഫൈബർ സാധനങ്ങളൊക്കെ ഇപ്പം സെറ്റ് ചെയ്ത് വിറ്റ് പോകണത് കേട്ടോ. അപ്പോൾ ആ സാധനം ഇരിപ്പുണ്ട്. പിന്നെ TFT മീറ്റർ ഷെല്ലാണ്. ഇത് 1-2 ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഈ കാലത്തൊന്നും ഈ ഇടയ്ക്കൊന്നും ഈ ഒരു മീറ്റർ ഷെല്ലും കാര്യങ്ങളും തീർത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഓർഡർ ചെയ്താൽ മതി. പിന്നെ V3യുടെയൊക്കെ ബ്രേക്ക് ലൈറ്റാണ്, V3 V4ൻ്റെയൊക്കെ ബ്രേക്ക് ലൈറ്റാണ് വിത്ത് DRL. ഇത് ഒരുപാട് കളറുണ്ട് തോന്നുന്നു ഈ ഒരു സംഭവത്തിൽ. പിന്നെ ഡൊമിനോൻ്റെ ഡൂം ഗ്ലാസ്, 180യുടെ ഡൂം ഗ്ലാസ്, 390യുടെ ഡൂം ഗ്ലാസ്, 220യുടെ ഡൂം ഗ്ലാസ്, NSൻ്റെ മീറ്റർ ഷെല്ല്, 220യുടെ മീറ്റർ, MDയുടെ ബ്രേക്ക് ലൈറ്റ്, ഇപ്പോൾ V3 MDയുടെ ഒക്കെ മീറ്റർ ഷെല്ലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. RCBയുടെ ക്ലച്ചിൻ്റെ പമ്പ്, ക്ലച്ചിൻ്റെ സെറ്റൊക്കെ അപ്പുറത്തിരിക്കാൻ കേട്ടോ. പിന്നെ KTMൻ്റെ ഒക്കെ ജെനുവൻ പാർട്സും ഇരിപ്പുണ്ട്. നമ്മുടെ ഡ്യൂക്കിൻ്റെ എല്ലാ മോഡൽ ഡ്യൂക്കിൻ്റെ ടയർ ഹഗ്ഗറാണ്, യൂണിവേഴ്സലായിട്ട് വരുന്ന ടയർ ഹഗ്ഗർ. കാരണം ഫൈബർ ഫിനിഷിങ് വന്ന ടയർ ഹഗ്ഗർ. V3ക്കൊക്കെ വയ്ക്കുന്ന ഇൻഡിക്കേറ്ററായിട്ട് വരുന്ന ഇൻബിൽട്ടായിട്ട് വരുന്ന മിറേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. കാരണം ഫൈബർ ഫ്ലൈ മൾഗാർഡാണ് കേട്ടോ. റെഡിലും ബ്ലാക്കിലും ബ്ലൂവിലും അങ്ങനെ ഒട്ടുമിക്ക കളറിലുള്ള ആ മോഡൽസും ഉണ്ട്. പക്ഷേ ഫുള്ള് ചെയിൻ ലൂപ്സ്, മൊബൈൽ ഹോൾഡർ, പിന്നെ ഡ്യൂക്കിൻ്റെ ഡ്യൂക്കിൻ്റെ മീറ്റർ, പിന്നെ എന്തൊക്കെയാടാ പറഞ്ഞോ. കോംബോ ഓഫർ ഉണ്ടല്ലേ. ഓക്കെ. TFTയുടെ മീറ്റർ അല്ലേ. BS4നുള്ള മീറ്ററും ഉണ്ട്, BS6നുള്ള TFT മീറ്ററും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എത്രയാടാ? 7,000 അല്ലേ. 7,000 രൂപയ്ക്ക് 21,000 പുറത്ത് വരുന്ന മീറ്ററാണ്. വേറെ 7,000 രൂപയ്ക്കാണ് കേട്ടോ TFT. BS4 ഉണ്ട്, BS6 ഉണ്ട്. അപ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് പീസല്ലേ ഉള്ളൂ. ഇതിപ്പോൾ 2 പീസേ ഉള്ളൂ കേട്ടോ. ഇപ്പം തന്നെ ഓർഡർ ചെയ്താൽ വേറെ 7,000 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. എവിടെയും കിട്ടാത്ത ഓഫറാണ് കേട്ടോ. അതും 0 കിലോമീറ്റർ മീറ്റർ. ഓക്കെ. 200 മീറ്റർ ഷെല്ലാണ്. തട്ടിയിടാൻ പോയണോ? ഇട്ട് കുഴപ്പമില്ല. എൻ്റെ മോനെ, ഇത് ഫുള്ള് ഡ്യൂക്ക് 200 മീറ്റർ ഷെല്ലാണ് കേട്ടോ. ഇനി ഇരിപ്പില്ലടാ, ഇന്ന് വന്നില്ലേ കുറച്ച് പീസ്. അത് വേറെ ഇത്ര മാത്രമല്ല, ഇതേപോലെ ഒരു ബോക്സും കൂടെ ഇരിപ്പാണ് കേട്ടോ. അത് അപ്പുറത്തെ റൂമിൽ ഇരിക്കുകയാണ്. അതായത് നമുക്ക് മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബൾക്ക് പീസ് എടുത്ത് വെച്ചതാണ്. അപ്പോൾ 200 മീറ്റർ ഷെല്ലൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ വന്നോ, ചേഞ്ച് ചെയ്തോ, പാറിക്കോ. ടോപ്പിരിക്കുന്ന നമ്മുടെ RM5ൻ്റെ അണ്ടർബെല്ലി, V4ൻ്റെ ബേക്ക് സീ കവിള്, V3യുടെ അണ്ടർബെല്ലി, RCയുടെ ഓട്ടോലോഗിൻ്റെ അണ്ടർബെല്ലി, V2ൻ്റെ മാസ്ക്, ഇതെല്ലാം ഓഫർ റേറ്റിലാണ് ഇട്ടേക്കണം. 1,200 ആ റേറ്റിലൊക്കെ ഇട്ടേക്കട്ടെ. എല്ലാം ഓഫറിലാണ് ഇട്ടേക്കണം. ഫയർ പീസിൻ്റെ വേറൊരു കളക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മുടെ ഒരു മിനി ഗോഡൗൺ എന്ന് പറയാം. നമ്മുടെ എക്സ്ട്രീ കിറ്റൊക്കെ ധരിക്കുന്നിട്ട് ഇത് മൊത്തം ഫൈബർ പീസും കാര്യങ്ങളൊക്കെയാണ്. മാക്സിമം ഒരുപാട് പീസ് എടുത്ത് വെച്ചിട്ട് റേറ്റ് കുറച്ച് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ഏതാണ് യൂണിവേഴ്സൽ ഹഗ്ഗർ. ഇത് ഫുള്ള് യൂണിവേഴ്സൽ ഹഗ്ഗറാണ്. പിന്നെ അപ്പറിലയുടെ ഫ്രണ്ട് മൾഗാർഡ്, ബാക്ക് പാക്ക്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പം ഇതിൻ്റെ അത് ഇരിക്കുന്നത് സ്പ്ലെൻഡറിൻ്റെ ഹാൻഡിൽ ബാറ്, ഡ്യൂക്കിൻ്റെ ഹാൻഡിൽ ബാറ്. ഓക്കെ. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണ വേറെ 500 രൂപയ്ക്കാണ് കേട്ടോ. കുറഞ്ഞ ഹെൽമെറ്റ് കുറച്ച് എടുത്ത് വെച്ചതാണ്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയും പ്രൈസ് കൂടിയ ഹെൽമെറ്റ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് റേറ്റ് കുറച്ച് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ISA മാർക്കോട് കൂടിയുള്ള ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വെറും 500 രൂപയ്ക്ക് ഇത്ര ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതും ഒരുപാട് സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെറും കണ്ട എത്തോറ തോന്നിക്കും. ഈ മോഡൽ ഹെൽമെറ്റ് ബുള്ളറ്റിനൊക്കെ വയ്ക്കുന്ന ഹാഫ് ഫേസ് ഹെൽമെറ്റാണ്. വെറും 900 രൂപയ്ക്കാണ് കേട്ടോ ഈ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. 900 രൂപയ്ക്ക് ഈ മോഡൽ. നമ്മളെ കഴിഞ്ഞൊരു വീഡിയോ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഇത്രയും ഡെയിലി ഒബ്സർവേഷൻ അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ ആയിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ സാധാരണ നടക്കുന്ന ദിവസം പോലെ തന്നെ ഇന്നും വന്ന്, പിന്നെ ഷോപ്പിലായതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് പുതിയ മോഡൽസും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടും ഒരുപാട് നാളായി. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറയുന്നത് മൊത്തത്തിൽ ഇവിടുത്തെ ലേബറും അതുപോലെ ആക്സസറീസും എല്ലാം കുറച്ചിട്ടുണ്ട്. അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇയർ ഇൻസ്റ്റാഗ്രാമും പരിപാടിയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ 3 പേരെ ആയിരിക്കും അകത്ത് നിൽക്കുന്ന. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്കിനി മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും പറയാം ഗൈസ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.